بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഹദീദ് 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ്. സൂറത്തുൽ ഹദീദ് 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ഈ വചനങ്ങളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ, സിഫാത്തുൽ ഹുറൂഫ് പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. പ്രത്യേകിച്ച് അവ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾക്ക് ശരിയായ വിധത്തിൽ ഉച്ചാരണം നൽകി സിഫാത്തുകളൊക്കെ പൂർത്തിയാക്കി ഓതണം എന്നത് ഓർമ്മിപ്പിക്കുന്നു. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി, ഈ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. വൽ അർദി, റാ ദ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. വഹുവ അൽ അസീസുൽ ഹകീം, ഐന് ഹ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യുമീത് എന്നതിലെ തായിൻ്റെ ഹംസ്, ഷിദ്ദ ഇവ രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഖഫിലാണ് ഹംസ് പ്രത്യേകം കൂടുതൽ പ്രകടമാവുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഹംസും ഷിദ്ദത്തുമൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സൗകര്യം പോലെ സൂചിപ്പിക്കാം. ഷൈഇൻ എന്ന തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിലും തഫ്ഖീം വേണം. ശേഷമുള്ളത് ഇസ്തിഅലാൻ്റെ ഹർഫായ ഖാഫാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷൈഇൻ ഖദീർ. റായിൽ വഖഫ് ചെയ്യുന്നു. തൊട്ട് മുമ്പിൽ സാക്കിനായ യാ ഉണ്ട്, റായിന് സുക്കൂനും. ഇങ്ങനെ വരുന്ന റായിനെ തർക്കീഖ് ചെയ്യണമെന്നതാണ്. ഖദീർ. ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു. അള്ളാഹുവിൻ്റെ അസ്മാകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില നാമങ്ങളാണ്. നമ്മൾ പഠിക്കുക ശരിയായ വിധത്തിൽ. അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ സൂചിപ്പിച്ച പ്രാർത്ഥനാവചനം അത് മനഃപ്പാഠമാക്കാനും ശ്രദ്ധിക്കുക. അൽ അവ്വലു വൽ ആഖിറു. ഔവലു അല്ല, ഔവലു ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. വൽ ആഖിറു, ഖാഇന് കസ്ർ, കുറഞ്ഞ തഫ്ഖീം മതി, റാഉം തഫ്ഖീം ചെയ്യണം. വദ്ദാഹിറു, വാഇനും അതിൻ്റെ അലിഫിനും തഫ്ഖീം കൊടുക്കുക. വൽ ബാത്തിൻ, ബാത്തിൻ, ത്വാഇന് കസ്ർ, കുറഞ്ഞ തഫ്ഖീം മതി. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഷൈഇൻ എന്ന തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകണം, മണിക്കാതെ വെളിവാക്കുക. ഹുവല്ലദീ ഖലഖ, ഖലഖ, ഖാഫ് തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. അസ്സമാവാതി വൽ അർദ, ദ്വാദ് തഫ്ഖീം ചെയ്യുക, റാഇനും തഫ്ഖീം. ഫി സിത്തത്തി അയ്യാമിൻ സുമ്മ, അയ്യാമിൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. സുമ്മയിലെ മീം മുഷദ്ദദയും മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇസ്തവ, സുമ്മസ്തവ അലൽ അർഷ്. ഐനിൻ്റെ ഉച്ചാരണം തവസ്സുത്തിൻ്റെ അക്ഷരമാണ്, ശ്രദ്ധിക്കുക. റാഇനും ഷീനിനും സുക്കൂൻ നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. അലൽ അർഷ്, അർഷ്, റാ സുക്കൂൻ നൽകി ഉച്ചരിക്കണം. അതിന് തഫ്ഖീമുണ്ട്, ശരിയാണ്. അതോടൊപ്പം തന്നെ റഖാവത്തിൻ്റെ അല്ലെങ്കിൽ ലിൻ ഉമർ എന്നതിലെ തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. അല്പം ഒരു ഒഴുക്കോടുകൂടി ആണ് റായിനെ ഉച്ചരിക്കേണ്ടത്. അർ അർ എന്ന് പെട്ടെന്ന് പറയാതെ, അല്ല അലൽ ആർഷ്, ആർഷ്. ഷീന് റഖാവത്തിൻ്റെ അക്ഷരമാണ്. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി അതിലും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക. യഅലമു, വീണ്ടും ഐന് വരുന്നു. യഅലമു മാ യലിജു ഫിൽ അർദി വമാ യഖ്റുജു
ഖാഇൻ്റെ സുക്കൂൻ തഫ്ഖീം നൽകി ഉച്ചരിക്കണം. റായിനും തഫ്ഖീമാണ്. മിൻഹ ഇൽഹാർ ഹൽഖി സാക്കിനായ നൂൻ. വമാ യൻസിലു സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. മിനസ്സമാഇ മദ് മുത്തസിൽ വാജിബ്. വമാ യഅറുജു ഫീഹ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഐന് റാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. വഹുവ മഅകും, വഹുവ പറയത് വഹുവ മഅകും ഐനമാ കുൻതും സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. മീമിനെ ഇൽഹാർ ഹൽക്കിയാണ്, ഇൽഹാർ ഷഫവി ചെയ്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത്. മീം സാക്കിൻ ഇൽഹാർ ഷഫവി ചേർത്തോതുമ്പോൾ പ്രത്യേകിച്ച് വാവിൻ്റെ മുമ്പിലാകുമ്പോൾ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം എന്നതും ശ്രദ്ധിക്കുക. ബസീർ എന്ന പദത്തിലെ സ്വാദിന് കസ്ർ കുറഞ്ഞ തഫ്ഖീം റായിൽ തർക്കീഖ് ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യണം. ബസീർ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات والأرض وهو العزيز الحكيم. له ملك السماوات والأرض يحيي ويميت وهو على كل شيء قدير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. هو الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഹദീദ് 5-ാമത്തെ വചനം മുതൽ 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മളിനി പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ പാഠം എടുക്കുന്നു. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ, ഈ ആയത്തും അതുപോലെ അടുത്ത ആയത്തും ഒക്കെ ഓതുമ്പോൾ ബിസ്മിയും കൂടി കൂട്ടി ഓതലാണ് നല്ലത്. കഴിഞ്ഞ 4-ാമത്തെ വചനവും അങ്ങനെ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച കാര്യമാണ്. അഊദു മാത്രമല്ല ബിസ്മിയും കൂട്ടി ഓതുക. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, നേരത്തെ കഴിഞ്ഞ ഒരു വചനം തന്നെയാണ്. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അതിൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹ ദമ്മ ഉണ്ടെങ്കിൽ തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയ നിയമം. തുർജഉ റാഇന് തഫ്ഖീം നൽകണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അൽ ഉമൂർ ഈ റായിലും തഫ്ഖീമാണ്. യൂലിജുൽ ലൈല ഫിന്നഹാർ, നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വീണ്ടും ആ പദം ആവർത്തിക്കുന്നു. ഫിൽ ലൈൽ അവിടെ ദീർഘിപ്പിച്ചുകൊണ്ട് നിർത്താം. മദ് ആരിദ് സുകൂൻ
ആ ദീർഘം മദ്ദുല്ലീൻ ആണ്, പക്ഷേ അതിൻ്റെ ദൈർഘ്യത്തിൻ്റെ ഹുക്മ് ആരിദിൻ്റെ ഹുക്മാണ്. വഹുവ അലീമുൻ ബിദാത്തി സുദൂർ. തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം, മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതണം. അങ്ങനെയാകുമ്പോൾ സക്കിന മീമിനെ ബായിന് മുമ്പിൽ ഇഖ്ഫ ഷഫവി നൽകണമെന്ന നിയമമാണ് ഫലത്തിൽ അവിടെ വരുന്നത്. അവ്യക്തമാക്കി മണിക്കുക. അലീമുൻ ബിദാത്തി സുദൂർ. ആമിനു ബില്ലാഹി വറസൂലിഹി. റസൂൽ റായിനെ തഫ്ഖീം ചെയ്യണം. റസൂലിഹി എന്നതിലെ ഹാഇൻ്റെ ദൈർഘ്യം 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ്. മദ്ദുസ്സിലത്തി സൂറ എന്ന ദീർഘം. വഅൻഫിഖു സാക്കിന നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫ ഹഖീഖി. മിമ്മ മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഓതുക. ജഅലകും മുസ്തഖ്ലഫീൻ. സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ഷഫവി എന്നോ അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ലയിപ്പിക്കൽ. ഫീഹി അവിടെ നേരത്തെ പറഞ്ഞ ആരിദായ ദീർഘം നൽകാം. ഫീഹി. ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ. അതുപോലെ തന്നെ അജ്റുൻ കബീർ. ഈ 3 സ്ഥലങ്ങളിലും സാക്കിന നൂനും തൻവീനും ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. എന്നാൽ മിൻകും വ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി ചെയ്യണം, മണിക്കാതെ വെളിവാക്കുക. ലഹും അജ്റുൻ അവിടെയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. അജ്റുൻ എന്ന ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. വമാ ലക്കും ലാ തുഅ്മിനൂന ബില്ലാഹി. സാക്കിന മീം വീണ്ടും വരുന്നു, ഇൽഹാർ ഷഫവിയാണ്. വറസൂലു യദ്ഊകും ലിതുഅ്മിനു. റാ തഫ്ഖീം ചെയ്യണം. വറസൂലു യദ്ഊകും ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി വീണ്ടും വന്നു. യദ്ഊകും ലിതുഅ്മിനു ബിറബ്ബിക്കും. റാ തഫ്ഖീം ചെയ്യുക. സാക്കിന മീം ഇൽഹാർ ഷഫവി വാവിന് മുമ്പിലായത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിറബ്ബിക്കും വഖദ് അഖദ മീസാഖക്കും. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല ചെയ്യണം. മീസാഖക്കും ഇൻ കുൻതും. സാക്കിനായ മീം ഇൽഹാർ ഷഫവിയാണ്. സാക്കിനായ നൂന് 2 വന്നു. ഇൻ കുൻതും രണ്ടും ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിച്ചു കൊണ്ടുപോകണം. മീമിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. നേരത്തെ പറഞ്ഞു മുസ്തഖ്ലഫീൻ അല്ലേ, ജഅലകും മുസ്തഖ്ലഫീൻ, അതേ ഹുക്ം ഇവിടെയും. ഇൻ കുൻതും മുഅ്മിനീൻ. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് وإلى الله ترجع الأمور. يولج الليل في النهار ويولج النهار في الليل وهو عليم بذات الصدور. آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه
فالذين آمنوا منكم وأنفقوا لهم أجر كبير. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين.